ഹായ് വെൽക്കം വരുവാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സബ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു എൻട്രി എങ്ങനെ എടുക്കാം, പിന്നെ എങ്ങനെ നമുക്കൊരു എക്സിറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളിത് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ ചാർട്ടിലും എങ്ങനെ വരയ്ക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ പെയ്ഡ് ഗ്രൂപ്പിൻ്റെ പരിപാടി നമുക്കില്ലെന്നുള്ള കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമുക്കിപ്പോൾ ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള പൈസയൊന്നും നമുക്ക് ആവശ്യമില്ല. കാര്യം നമുക്ക് ഇത്ര നല്ല ഷെയർ മാർക്കറ്റ് ഉള്ളപ്പോഴത്തേക്ക് ചെറിയൊരു ഏണിങ്സ്, ഇപ്പോൾ ഞാനും ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് 50 രൂപ ഇട്, 100 രൂപ ഇട്, പ്രീമിയം ഗ്രൂപ്പിൽ ചേർക്കാമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അത് നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കരിയർ പോയിൻറ്റിൻ്റെ ഒരു ചാർട്ടാണ് ഈ കാണുന്നത്, ഇതാ ഇവിടെ. അപ്പം എൻ്റെ സബ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ 2011 മുതലുള്ള ചാർട്ടായി നമുക്ക് ക്രോസ് ലൈൻ താഴോട്ട് വെക്കുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ ഞാൻ ചാർട്ട് കുറച്ച് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു രസത്തിന് വേണ്ടിയിട്ട് പിന്നെ അത് ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് നമുക്കൊരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിനകത്തൊരു എൻട്രി നമ്മൾ പലയിടത്ത് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല. പക്ഷേ നമ്മൾ പല ചാർട്ടിലും പറയുമല്ലോ, ഫ്യൂച്ചറിലൊരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ഇടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പുതിയൊരു എൻട്രി കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു എൻട്രി നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുത്ത് വെക്കാനും പറ്റും, എൻട്രി എക്സിറ്റൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കാം. ഞാൻ റെഡ് കളർ ആയിരിക്കും, അപ്പോൾ ഒന്നുകൂടെ എളുപ്പത്തിൽ കാണാമല്ലോ. അപ്പം നമ്മൾ തന്നെ ഇങ്ങോട്ടൊരു റെസിസ്റ്റൻസ്, ഇത് നമുക്കറിയാം ചെറിയൊരു ചരിവുണ്ടെങ്കിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കോട് ഞാൻ പരിഗണിക്കാറുള്ളൂ. സാധാരണ ഒത്തിരി അങ്ങ് താഴോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക്, ഇതൊരു സൈഡ് വേസ് മൂവ്മെൻറ്റാണ്, നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം. ഓക്കെ, അപ്പം വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയാലും നിങ്ങളത് കാണണം. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരൊറ്റ വീഡിയോ തന്നെ. നമ്മുടെ വീഡിയോസ് എല്ലാം ഓരോ സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓരോ വീഡിയോക്കകത്തും പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ഒരു റീടെസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിലോ താഴോട്ട് പോയേനെ. അപ്പോൾ എത്ര നാൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നേനെ. അത് വീക്ക്ലി ടൈം ഫ്രെയിമാണ്, ഓരോ ക്യാൻഡിലും ഓരോ വീക്കാണെന്ന് ഓർത്തോണം. നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കാം. അതാണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ ഡബിൾ ബോട്ടം പോലത്തെ ഒരു പാറ്റേൺ ഇവിടെ കാണാം. ഈ ഒരു രീതിയിൽ നമുക്കത് കാണുമ്പോഴത്തേക്ക് അറിയാം. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ചെറിയ റെസിസ്റ്റൻസ് വന്നു, സപ്പോർട്ട് എടുത്തു. നമ്മളിതെല്ലാം പല വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരു ലോവർ ഹൈ ലോവർ ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇങ്ങനെ പോയേക്കുന്നൊരു, കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ. ഇപ്പോൾ താഴോട്ട് പതുക്കെ വരുന്നു. ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തിരുന്നെങ്കിൽ വൻ പ്രശ്നമായേനെ. ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഡബിൾ ബോട്ടം പോലെ കണ്ടുപിടിച്ച ഒരു ഏരിയ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡബിൾ ബോട്ടം നമുക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാം. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എന്നല്ല, ഇവിടെ നമുക്കൊരു എൻട്രി പരിഗണിക്കാം. പക്ഷേ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് നമ്മളങ്ങനെ എൻട്രി എടുക്കത്തില്ല. ഇവിടെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്നു, 80 രൂപയിൽ നിന്നിട്ട് ഒരു 100 സംതിങ് രൂപ വരെ പോയി, തൊട്ട് മണ്ടക്കത്തെ റെസിസ്റ്റൻസ് വരെ പോയി. അല്ലാതെ ഒരിക്കലും കൃത്യം ഡബിൾ ബോട്ടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് നമുക്ക് പല പാറ്റേൺസും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു കണ്ടോ, ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിലും അത് പാലിച്ചു. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ എൻട്രി അങ്ങ് എടുക്കാറില്ല, ഇച്ചിരി റിസ്ക്കിയാണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കില്ല, നമുക്ക് നോക്കാം. ദാണ്ട് ആ ഏരിയയിലോട്ട് പോകുന്നു, വീണ്ടും താഴുന്നു. ബ്രേക്ക് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ദാണ്ട് ബ്രേക്കായി, നമ്മളൊരു എൻട്രി അപ്പോൾ എടുക്കുന്നില്ല. കണ്ടോ, ഇതൊക്കെ ഏത് ക്യാൻഡിലാണെന്ന് നമുക്കറിയാം. ദാണ്ട് അവിടെ റീടെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. അത് ബ്രേക്കായി താഴെ വീഴൂ, വിക്കുള്ളതുകൊണ്ട് അവിടെ ഒരു റീടെസ്റ്റ്, താഴോട്ട് പോയി. അവിടെ ഒരു റീടെസ്റ്റ് തന്നെ എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഒരു എൻട്രി എങ്ങനെ പരിഗണിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ ഈ ചാർട്ട് ആദ്യമേ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ചുമ്മാ തള്ളുന്നതല്ല. കാരണം നമ്മളിത് കണ്ണും പൂട്ടി അങ്ങനെ വിചാരിക്കുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയൊരു ചാർട്ട് ഒറ്റെണ്ണം കണ്ടപ്പോഴത്തേക്കും സെലക്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയാൽ ഞാനൊരു നല്ലൊരു സ്ട്രോങ് ഹാൻഡിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വന്ന് എൻട്രി എടുത്ത്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് നടന്നാൽ എൻട്രി എടുക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങളോടിപ്പോൾ പറയുന്നതാണ്, ഇവിടെ എൻട്രി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 100 ഷെയർ അല്ലെങ്കിൽ ഒരു 1000 ഷെയർ മേടിച്ചെന്ന് വെച്ചോ. പിന്നെ പറയുമല്ലേ, സങ്കല്പം വേണ്ട എത്ര ഷെയർ വേണേൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. ക്യാപിറ്റൽ ഒരു പ്രശ്നമേ അല്ല. ഇവിടെ ഞാൻ തൊട്ട് താഴത്തെ ഒരു സ്വിങ്ങിൽ ഓയിൽ, ഈ തൊട്ട് പുറകിലത്തെ ഒരു സ്വിങ്ങിൽ ഓയിൽ, ഈ ബ്രേക്ക് ഔട്ടിന് മുമ്പുള്ളൊരു സ്വിങ്ങിൽ ഓയിലാണ് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് എപ്പോൾ താഴെ പോകുന്നു അപ്പം ഞാനത് സെല്ല് ചെയ്ത് കളയും. ഓക്കെ, നമുക്കിത് വേറൊരു കളർ കൊടുക്കാം, ഒരു ബ്ലാക്ക് കളർ കൊടുക്കാം. അവിടെ പൊടിക്ക് താഴെ ഞാനിവിടെ വെക്കും. ഞാൻ എപ്പോഴും ഇച്ചിരി താഴ്ത്തിയാണ് വെക്കാറുള്ളത്. പിന്നെ എൻ്റെ ഒരു ഐഡിയക്ക് ഒത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാറുമില്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയുക. അല്ലാതെ ഇപ്പം എൻ്റെ ഒരു
റിസ്ക് ഏരിയക്കല്ലാതെ ഒരു എൻട്രി ഇട്ട് ഞാൻ വാങ്ങിക്കത്തില്ല. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. അതായത് പിന്നെ നമുക്ക് ബാക്കി പ്ലേ ചെയ്യാം. അവിടെ താഴോട്ട് പോകുന്നു. ആ ഒരു ഏരിയ ഒരു അവിടെ ബ്രേക്ക് ആകുന്നു ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ താഴെ ഈ ഒരു ഏരിയ ഇവിടുന്ന് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, കാരണം ഇത് ബ്രേക്ക് ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് താഴോട്ട് പോകുന്നു. പിന്നെ ഇവിടെ ഇതുവരെ തട്ടിയിട്ടില്ല. അവിടെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു. കാരണം ഈ ഒരു ഏരിയ കാണുമ്പോൾ നമുക്കറിയാം ഒരു റെസിസ്റ്റൻസ് വരുമെന്ന്. ചില റിസ്ക് എടുക്കുന്നവർക്ക് താഴെ നിന്ന് വാങ്ങിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തർക്ക് അപ്പോഴത്തേക്ക് അത്രയും കുറവ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടും. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നോക്കിയൊന്നുമില്ല, റിസ്ക് റിവാർഡൊന്നും നോക്കിയൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു അത് ഇട്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസിന് അടുത്ത് വരെ എത്തി. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ സെല്ല് ചെയ്ത് കളയുന്നതായിട്ട് ഞാനങ്ങ് പറയും. അതുകൊണ്ട് ആ ഒരു ഏരിയ വരെ പോയി, അടിച്ചില്ല. ഇനി അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ സീരിയലിൽ എന്തൊക്കെ കാണുന്ന പോലെ എന്ത് പറ്റും. അതുകൊണ്ട് ആ ഒരു ഏരിയ തന്നെ കിടന്ന് കളിക്കുന്നതാണോ. അതുകൊണ്ട് അവിടെ തന്നെ കിടന്ന് കളിക്കുന്നതാണോ. അവിടെ ബ്രേക്ക് ആകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ ബ്രേക്കായി. അപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഞാൻ പറയുന്നു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നമുക്ക് കളയാം. നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് പോകാം. ഞാനത് ഇച്ചിരി നീട്ടി വരയ്ക്കാം. ഇത് കണ്ടോ. പിന്നെ താണ്ട നമുക്ക് മറ്റൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്കായി. നമുക്ക് താഴെ നിന്നൊക്കെ വാങ്ങിക്കുന്നിട്ടൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഹൈ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു പ്രോപ്പർ വ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാം. എനിക്ക് ചില തൽക്കാലത്തേക്ക് എന്നാൽ ഓടട്ടെ. 10 വരെ ഉള്ളൂ. ഓക്കെ, അത് പ്ലേ ആകട്ടെ. പോട്ടെ. ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്കത് ക്ലിപ്പ് ചെയ്ത് വിടാം. ഇപ്പം നമ്മൾ ആ ഒരു എൻട്രി എക്സിറ്റ് ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് എന്തോരം മൂവ് വന്നെന്ന് കണ്ടോ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നു. ഈ ക്രോസ് ഹെയർ വെച്ചെടുത്ത് അവിടെ ഇതുവരെ അടിച്ചിട്ടേ ഇല്ല. നിങ്ങൾ തൊട്ട് സൈഡിലോട്ട് പോയിക്കേ. അപ്പോൾ നമുക്ക് താഴെ നിന്നൊക്കെ വേണമെങ്കിൽ ഒരു ബൈ പരിഗണിക്കായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ഇത് കണ്ടോ, ഒരു ലേറ്റസ്റ്റ് ഒരു ലോവർ ഹൈ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് സാധാരണ ഞാനൊരു ബ്രേക്ക് ഔട്ട് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ പരിഗണിക്കാറുള്ളത്. അതായത് ഞാൻ ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതെവിടെ എത്തി നിൽക്കുന്നതെന്ന് കണ്ടോ. നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും. എന്നാണ് ഇവിടുന്ന് എത്ര പെർസെൻറ്റേജ് വന്നെന്ന് കണ്ടോ. അപ്പോൾ താഴെ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഏരിയയിൽ നിന്ന് വാങ്ങിച്ചവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കളയാം. നമുക്ക് നോക്കുമ്പോഴത്തേക്കറിയാം ഇതൊരു കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് വെളിയിൽ വന്നു കണ്ടോ. ഇനി നമുക്ക് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെയും നമുക്കൊരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനത് നേരത്തെ വരച്ച് കാണിച്ചു. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ സാധനം നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ളൊരു ലൈൻ കണ്ടോ. അപ്പോൾ നമുക്ക് താഴെ നിന്ന് വാങ്ങിച്ചവർക്ക് വേണം സ്റ്റോപ്പ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ. ഇവിടെയും പിന്നെ അടുത്തൊരു പാറ്റേൺ നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി എക്സിറ്റ് ബേസിക്കലി എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നു. ഈ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാമായിരുന്നു. ഇപ്പോൾ പിന്നെ നിലവിൽ ഇച്ചിരി മുകളിലോട്ട് പോയി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ലോജിക്കലി വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. പക്ഷേ ഞാനത് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടാമതായിട്ട് എടുത്തത്. നിങ്ങൾക്ക് വേണ്ടി എത്ര ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു മടിയില്ലാത്ത കാര്യമാണ്. എത്ര തവണ വേണം നമുക്ക് റീടേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാവിയിൽ എന്ത് ചെയ്യും, ഭാവിയിൽ ഭൂതം വർത്താനം പറയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ചുമ്മാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കതിത് പറഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ലേറ്റസ്റ്റ് കാര്യങ്ങൾ നോക്കാം. ലേറ്റസ്റ്റ് കാര്യം പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് പോകാം. എന്താണെന്ന് നോക്കി ഇവിടെ തന്നെ ഇങ്ങനെ എത്തി നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വരച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്താ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് നമ്മൾ താണ്ടി ഇവിടെ ജസ്റ്റ് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ റെസിസ്റ്റൻസുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് ഈ 2 റെസിസ്റ്റൻസുകളെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് കണ്ടോ, ഇവിടെ എടുത്തു, ഇവിടെ എടുത്തു, ഇവിടെ എടുത്തു, എന്നിട്ട് ഇവിടെ കണ്ടോ ഇവിടെ എത്തിയിട്ട് ഒരു റെസിസ്റ്റൻസ് പിന്നെയും ആക്ട് ചെയ്യുന്നതുണ്ടോ. അപ്പോൾ താഴെ നിന്ന് വാങ്ങിച്ചവർക്ക് ഇപ്പം കറൻ്റ്ലി ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നാൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ്റെ കളികൾ മൊത്തം മാറും. നമ്മളപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരും. ഓക്കെ, അത്രയേ ഉള്ളൂ നിലവിലത്തെ കാര്യങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ചാർട്ടിൽ നിന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതുണ്ടോ, ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്കത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു എൻട്രി പോയിൻ്റായിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റും. കണ്ടോ, സിമ്പിളായിട്ട് വരയ്ക്കുന്നതുണ്ടോ. ഞാനത് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വരച്ച് കാണിച്ച് തരുക. എന്നാൽ ഇവിടെ കണ്ടോ, നമ്മളിത് പ്രൈസ് ആക്കി നമുക്കിപ്പോൾ ഇമ്പ്രവൈസ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ക്രോസ് ലൈൻ നോക്കണം. ഇപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ വാങ്ങിച്ചു. ഇവിടെ നമ്മൾ പിന്നെയും ബൈ ചെയ്തു. ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചു. ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ പിന്നെയും ഉണ്ടോ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയതുണ്ടോ.
അപ്പോൾ പിന്നെ ഇത് ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ നമുക്കൊരു മേജറായിട്ടുള്ളൊരു ലൈനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വരുമോ എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഇമ്പ്രവൈസ് ചെയ്തുകൊണ്ടാകും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫലം കണ്ടോ? പക്ഷേ അപ്പോൾ ചുമ്മാ ഏതെങ്കിലും ഒരു പൊട്ട സ്റ്റോക്കിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. കണ്ടോ എത്ര ദിവസമായെന്ന് കണ്ടോ? നിങ്ങൾക്ക് തന്നെ ഡേ കാണാൻ പറ്റും, നമ്മളായിട്ട് പറയുന്നില്ല. അപ്പം അത്ര എൻട്രി എക്സിറ്റ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പല എൻട്രികൾ നമുക്കൊരു സ്റ്റോക്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുണ്ടോ? അത്രേ ഉള്ളൂ കാര്യങ്ങൾ. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് എല്ലാം നിങ്ങൾ പലത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. 2 ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ. അപ്പം ഇത് ബ്രേക്ക് ആയപ്പോൾ തന്നെ ഇവിടുന്ന് എത്ര കിട്ടിയാൽ നമുക്ക് നോക്കാം. അത് വിട്ടുപോയല്ലോ. ഇവിടെ നിന്ന് നമുക്ക് താണ്ടി ഇവിടെ അപ്പം തന്നെ ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡെയിലി ടൈം ഫ്രെയിം ഞാൻ മാറ്റിയതിൻ്റെ കാര്യം നിങ്ങൾക്ക് അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം കൂടെ കിടന്നാൽ ശരിയാകത്തില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞ ഒരു ചാനൽ വരച്ച് നോക്കി അവിടെ നിന്ന് റെസിസ്റ്റൻസ് നമുക്ക് കാണാം. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് പാറ്റേൺസിനെ പറ്റിയും കൂടെ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടിക്കാണും. അപ്പം പാറ്റേൺസിനെ പറ്റിയും കൂടെ പഠിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് തന്നെ 2 പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് ബേസിക്സ് ഓഫ് ട്രേഡിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തുടക്കത്തിലെ വീഡിയോസിനകത്ത് ചെറിയ ഓഡിയോസ് ഇച്ചിരി പതുങ്ങിയാണ് കേൾക്കുന്നത്. അത് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്ന സമയത്ത് ഇപ്പം ഈ ഓഡിയോയ്ക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ടോ? 2 ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ പോലത്തെ പാറ്റേൺ, ഇതൊക്കെ ഞാൻ പണ്ട് വരച്ചിട്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ എത്ര സിമ്പിളായിട്ടാണ്? കേട്ടോ? അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചത് നോക്കുമ്പോഴത്തേക്ക് ഇത്ര സിമ്പിളല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഈ ഷെയറിനകത്ത് എത്ര പോയിന്റ് കിട്ടി? നമുക്ക് ഈ ഒരു പോയിന്റും കിട്ടി. ഇതൊന്നും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നില്ല. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത് ആഡ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഈ ഒരു പോയിന്റും മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഈ ഒരു പോയിൻ്റൂടെ കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റൂടെ കിട്ടിയത് മാർക്ക് ചെയ്ത് വരച്ചപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലൈനും വരയ്ക്കാൻ പറ്റി. ബാക്കിയൊക്കെ പോകുന്നതുണ്ടോ? അതിനെ തന്നെ അനുസരിച്ചിട്ട്, കാരണം അനുസരണയുള്ളൊരു സഹോദരനെ പോലെ പോകുന്ന പോക്ക് കണ്ടോ? അതാണ് കാര്യം. പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം, ഒരു ഷോർട്ട് ടൈമിലായിട്ട് നമുക്കൊരു ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഡൗണൊക്കെ വന്ന് ഇവിടുന്നൊക്കെ ഡൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വിറ്റ് കളയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, താഴേന്ന് ഹോൾഡ് ചെയ്തവർക്കൊക്കെ എന്തോരം പ്രോഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. കണ്ടോ? ഇവിടെ നിന്നൊരു ചാനൽ നമുക്കിത് വരയ്ക്കാൻ പറ്റി. അതാണ് ഇവിടെ ഞാനിത് ജസ്റ്റ് കളർ മാറ്റി കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ട് അനാലിസിസ് നടത്താൻ കുറച്ച് സമയം എടുക്കണം. ഞാനിത് ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ കണ്ടോ? ഇവിടെ നിന്ന് അടുത്തൊരു ഫർദർ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ചിലപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടാം. പിന്നെ ഇവിടെ വരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ളൊരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്തിട്ടാൽ കുറേ നാൾ കഴിഞ്ഞ് താഴോട്ട് വരുമോ അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ടിനെ പറ്റി അടിമുടി നിങ്ങൾക്ക് ഇതിപ്പോൾ പഠിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് ഒറ്റ കണ്ടെത്തുന്നു നോക്കി. കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കഥകൾ മൊത്തം നമുക്കത് പറഞ്ഞു തരുന്ന കണ്ടോ? 1-2 വരകൾ. ടോട്ടൽ എത്ര വരെ ഉണ്ടോ? 1, 2, 3, 4, 5. ഇത് പിന്നെ പോട്ടെ. ടോട്ടൽ ഒരു 4 വര കൊണ്ട് ആ ചാർട്ടിൻ്റെ ഫുൾ ഭാവി നമ്മളിത് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ഒരു ലൈൻ ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ഒന്ന് പേടിക്കുക. അപ്പോൾ ആ ഒരു ചാർട്ട് അനാലിസിസ് മൊത്തം മാറി. ഇത് ചിലപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് വന്നിട്ട് മെയിനായിട്ട് ഇങ്ങനെ പോകാനാണ് ചാൻസ്. പക്ഷേ നമുക്ക് കണ്ടറിയാം, ഒരിക്കലും ഒരു ഷെയർ മാർക്കറ്റ് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല എന്ന് ഉള്ള സത്യം അവിടെ നിൽക്കുക. നമുക്ക് ഫ്യൂച്ചർ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നല്ലൊരു പോയിന്റ് കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കാം. ഒരിക്കലും ഇപ്പം ഇവിടെ കയറിയിട്ട് നമ്മൾ താഴത്തെ സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുത്താൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ആലോചിക്കുക. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സംതിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് അത് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. നമ്മൾ ആദ്യം വെച്ചൊരു ബ്ലാക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. അവിടെ തൊട്ടിട്ടേ ഇല്ല. ഉണ്ടോ? ഒരു സ്വിംഗ് ലോ വെച്ചിട്ട് അത് അടിച്ചിട്ടേ ഇല്ല. കണ്ടോ? അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. കൂടുതൽ ഐഡിയകൾ കിട്ടും. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഒറ്റ ചാർട്ട് നമ്മളിന്ന് കീറി മുറിച്ച് ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചു. 2 ടൈം ഫ്രെയിമിൽ കയറി പഠിച്ചു. ഇനിയും ചെറിയ ടൈം ഫ്രെയിമിൽ പോയാൽ നിർത്താതെ നമുക്ക് പലതും വരച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ഇതേപോലൊക്കെ തന്നെയാണ് എല്ലാ ടൈം ഫ്രെയിമിലും. പക്ഷേ ഇച്ചിരി വലിയ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റിയോടുകൂടി ഉള്ള ഇച്ചിരി പ്രൈസ് ആക്ഷൻ നമുക്ക് കിട്ടും. ഒരു മേജർ ട്രെൻഡിനകത്ത് വേറെ പല ട്രെൻഡുകൾ കാണും. വലിയൊരു അപ് ട്രെൻഡിൻ്റെ അകത്ത് ഒരു ഡൗൺ ട്രെൻഡ്, ഒരു അപ് ട്രെൻഡ്, അങ്ങനെ പലതും വരും. പക്ഷേ ഞാനിപ്പോഴും വരയ്ക്കുന്ന ആദ്യം ഒരു വലിയൊരു ടൈം ഫ്രെയിം എടുക്കും. പിന്നെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഞാൻ നോക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ മെത്തേഡ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇച്ചിരി നീണ്ടുപോയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ക്ഷമിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഇത്രയ്ക്കുള്ളൂ. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി ഒരു 3 വീഡിയോ, വോളിയത്തെ പറ്റി ഒരു വീഡിയോ,
റൈസാക്കി, പിന്നെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് മറ്റേ ഈ ഉണ്ടല്ലോ ഈ പാറ്റേൺസിനെ പറ്റി നമ്മളൊരു കുറേ 2-3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ ബേസിക് സൈക്കോളജികളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരും. ഇനിയും വലിച്ച് നീട്ടുന്നില്ല, ഇപ്പം തന്നെ സമയം ഇത്രയായി. ഇപ്പം തന്നെ ഞാനിപ്പം എടുക്കുന്നതന്നെ അറിയാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 6 മിനിറ്റ് ആയി, 7 മിനിറ്റ് ആകാൻ പോകുന്നു. നേരത്തെ ഒരു വീഡിയോ പകുതി വെച്ച് കട്ടായി പോയായിരുന്നു. അതും ഞാനത് കമ്പൈൻ ചെയ്തിട്ട് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് കണ്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇതേ ചാർട്ടൊക്കെ എടുത്ത് ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കുക. ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ. അതിനുവേണ്ടി തന്നെ ചെയ്തതാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.